ഇന്നും രാവിലെ പറമ്പിലോട്ട് വന്നാക്കിയിട്ടാ. പറമ്പിലോട്ട് വന്നിട്ട് ദേ അച്ചിങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. അച്ചിങ്ങയൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ദിവസം വിളവെടുപ്പ് നടത്തിയിട്ടാ. എന്ന് വെച്ചാൽ നീട്ടാൻ അച്ചിങ്ങ കയറണേ ഒരു 5-10 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു കറിക്ക് ഉണ്ടാവും. ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ ആദ്യം എന്തെങ്കിലും വിളവെടുത്തിട്ട് വിളവെടുപ്പ് കാണിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ. അപ്പോൾ വിളവെടുപ്പ് കാണിച്ചിട്ട് വേറെ പണികളൊക്കെ തുടങ്ങാമെന്ന് ഓർത്താണ്. അപ്പോൾ ചേട്ടൻ്റെ കോവക്ക അവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. കോവക്ക ഇന്നലെ എടുത്തപ്പോൾ ഒരു അതി കൊണ്ടാടുന്നിട്ടാ. കോവക്ക ഇന്നലെ ആ ബക്കറ്റിലൊരു 3/4 ബക്കറ്റ് കോവക്ക കിട്ടി ഇന്നലെ. ഇന്ന് പിന്നെ പുതിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെയിലുണ്ടായിട്ട് ഞാൻ പറഞ്ഞില്ലേ ചെടികളൊക്കെ വെള്ളിരിക്കൊക്കെ പോയെന്ന്. അതറിയാം ചേട്ടൻ്റെ ഒരു ഷീറ്റ് വെച്ച് മറച്ച് വെച്ചാക്കിയാണ് കേട്ടോ. ചെടികൾ അതിൻ്റെ ഉള്ളിൽ നട്ട് വെച്ചിട്ടുണ്ട്. അല്ല ഇതുണ്ട്, ഇതൊരു ഷീറ്റ് വെച്ച് ഇങ്ങനെ മറച്ച് വെച്ചാക്കിയാണ്. ഒരു 3 സൈഡ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് ചെടികൾ നട്ട് വെച്ചിട്ട് ഇപ്പോൾ വാട്ടമൊന്നുമില്ല. ഇപ്പോൾ ഉഷാറായി നിൽക്കുന്നുണ്ട്. ഇതിലോട്ടങ്ങനെ വെയിലൊന്നും അടിക്കണില്ല. അന്ന് നട്ട ചെടികളൊക്കെ ഇതിലോട്ട് വെച്ച് വെള്ളരി നട്ടപ്പോക്കും വെള്ളരിക്ക് ഒരു കേടായിട്ട് വരണ്ട കേട്ടോ. കോവക്ക ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇന്നലെ അധികം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ആവണ കോവക്ക ഇങ്ങനെ പൊട്ടിച്ചിരിക്കണം എന്ന് വെച്ചാൽ മൂത്ത് പോയാൽ ടേസ്റ്റ് ഇല്ലല്ലോ. ആവണതിങ്ങനെ പൊട്ടിച്ചെടുത്ത് പോയാണ്. പിന്നെ ആ പീച്ചിങ്ങത് കായിട്ട് വന്നിട്ടുണ്ട്. വലുതാവുമെന്നറിയില്ല. പിന്നെ അടിയിൽ നല്ലോണം പുല്ല് വളർന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മമ്മട്ടി ശരിയാക്കിയാണ് കേട്ടോ. ശരിയാക്കി വെൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഇന്നത്തെ പുതിയ വിശേഷങ്ങൾ അതൊക്കെയാണ്. പിന്നെ നമുക്കൊരു മുന്തിരിത്തൈ അന്ന് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച മുന്തിരിത്തൈ ഉണ്ടല്ലോ. മുന്തിരിത്തൈ അന്ന് ഉണങ്ങിപ്പോയതാണ്. അവർ തന്ന മണ്ണിൽ വെച്ചിട്ട് ഉണങ്ങിപ്പോയിട്ട് പിന്നെ ഞാൻ മാറ്റി ഇവിടുത്തെ മണ്ണിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നിന് ഗ്രോ ബാഗിലോട്ടാണ് വെക്കാൻ പോണത്. ഗ്രോ ബാഗിലോട്ട് ഇവിടെ വെക്കാമെന്ന് ഓർത്താണ്. അങ്ങനത്തെ പണികളൊക്കെ ചെയ്യണം. പിന്നെ കുറച്ച് പുല്ലൊക്കെ വെട്ടണം കൂടെ. ഈ അച്ചിങ്ങയും എടുക്കണ്ടിട്ട്. അച്ചിങ്ങ എന്ന് വെച്ചാൽ 2 അതിൽ അത് എടുക്കേണ്ടതെന്ന് വെച്ചാൽ മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ ആ പയറ് മാത്രം കിട്ടുള്ളൂ. അതെടുക്കണ്ട. 2 ഉള്ളത് ചേട്ടൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പയറിൻ്റെ കടക്ക് ഒരു നനവ് കൂടിയിട്ടാണെന്നറിയില്ല. ഇവിടെ ഒരു പൂപ്പൽ പോലെ ഇങ്ങനെ മണ്ണുണ്ടായിരുന്നത് ഈ കടയമ. ഇപ്പം അത് പോയിട്ടാ. വെള്ളം കൂടിയിട്ടാണ് തോന്നുന്നത്. അന്ന് പറിച്ച് ഗ്രോ ബാഗിലോട്ട് വെച്ചിട്ടേ കൂടി ഇന്നലെയൊക്കെ അത് ഒരു വാടിയ പോലെ കിടക്കണേ. ഇന്ന് പക്ഷേ അധികം പൂപ്പലായിട്ട് നിൽക്കില്ല. ചെറിയൊരു പൂപ്പലുണ്ടെന്ന് കണ്ടോ, വെള്ള കളർ. അപ്പോൾ അധികം നന വേണ്ടെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ നല്ലോണം നനക്കരുത്. ഇപ്പം മുന്തിരി എവിടെ വെക്കണമെന്ന് ആദ്യം പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അന്ന് വാങ്ങിച്ച കോവലുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ അന്ന് നമ്മുടെ വീട്ടിലുണ്ടായ കോവക്കയും അധികം ഉണ്ടാവില്ലാന്ന്. അപ്പോൾ അത് ഈ ഒരു കോവക്ക നമ്മൾ മേടിച്ചത് ഈ അടുത്ത ദിവസം ചേട്ടനിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മണ്ണിൽ തന്നെ. ഇതൊരു പൊക്കമാണ്. വീട് പൊളിച്ചതിൻ്റെ വേസ്റ്റ് കിടന്നൊരു പൊക്ക സ്ഥലമാണിത്. ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഈ പന്തലിലോട്ട് ഇങ്ങനെ പടന്ന് പോകുന്നുണ്ട്. വെള്ളോട്ട് പൊക്കം വെച്ചിട്ടില്ല, എന്നാലും അത് ആ പന്തലിലോട്ട് പടരുമല്ലോ. അപ്പോൾ ഈ മുന്തിരി ഇങ്ങനെ ഇതിൻ്റെ അരികത്ത് ഇങ്ങനെ വെച്ചിട്ടേ മുന്തിരിനെ ഇതിലോട്ട് മണ്ണിടുന്നുണ്ട്. ചവറിട്ടുണ്ട്. എന്നിട്ട് ഗ്രോ ബാഗിലോട്ടാണ് മുന്തിരി വെക്കാൻ പോണത്. എന്നിട്ട് ഇതിലോട്ട് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുന്തിരിയും ഈ പൊക്ക സ്ഥലത്ത് തന്നെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിപ്പുറം എന്ന് പറഞ്ഞില്ലേ കുളമൊക്കെ കിടന്നൊരു കുഴി. ഇത് ഈ കുഴി അപ്പോൾ അങ്ങാട് മേളിലോട്ട് പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുഴപ്പമുണ്ടാവില്ല എന്ന് ഓർത്താണ്. പടന്നു പോകുമ്പോൾ നമുക്ക് വെക്കണ സ്ഥലം ഇത്തിരി പൊക്ക സ്ഥലത്ത് വെച്ചാൽ മതിയല്ലോ. ഗ്രോ ബാഗിലാണ് വെക്കണത്. ആദ്യം ചവറിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് തട്ടിട്ട് കൊടുക്കാനായിട്ടാണ് ഇന്നലെ കണ്ടത്. അങ്ങനെ വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക, എല്ലുപൊടി. അപ്പോൾ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കണ്ടിട്ടാ. ശരിക്കും പറഞ്ഞാൽ ചകിരിച്ചോറും മണ്ണും കൂടി ലെയറായിട്ട് ഇട്ട് കൊടുക്കാനായിട്ടാണ് ഈ മുന്തിരി നടന്ന വീഡിയോ ഇന്നലെ നോക്കിയപ്പോൾ ഞാൻ കണ്ടത്. അപ്പോൾ ഈ മുന്തിരിക്ക് എങ്ങനെ ശരിക്കും നനവ് വേണമെന്ന് പറഞ്ഞു. ചില ചെടികൾക്ക് നനവ് വേണ്ടെന്നാണല്ലോ പറയണത്. പക്ഷേ ഈ മുന്തിരി ചെടിക്ക് എപ്പോഴും മണ്ണിലെപ്പോഴും നനഞ്ഞതായിരിക്കണമെന്ന് പറയണ്ടായിരുന്നു. ചകിരിച്ചോറ് ഏകദേശം തീരാറായല്ലേ. അപ്പം മുട്ട പിടിച്ചത് പൊടി, മുട്ടത്തോട് പൊടി. ഈ മുന്തിരിയുടെ തൈ ഇട്ടാ ഒരുവിധം ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അത്
അന്ന് പോകാൻ പോയതായിരുന്നു ഇത്. നമ്മുടെ മണ്ണിലോട്ട് വെച്ചപ്പോഴാണ് ഇത് നമ്മൾ ഇത് ഉഷാറായി വന്നത്. ശരിക്കും പറഞ്ഞാൽ നനവ് വേണമായിരുന്നു, നമുക്കറിയില്ലല്ലോ. നനവ് നല്ല നനവ് വേണമായിരുന്നു. ഇയാളിത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. അല്ല നമുക്ക് ഇവിടെ വെച്ചാൽ പറ്റൂല, പിടിക്കണ്ടേ, വെയിൽ വേണ്ടേ, വെയിൽ പ്രശ്നമാവില്ലേ? ഇതിലോട്ട് ഇത്തിരി വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട്. അത് വെയിൽ കൊള്ളാണ്ട് ഷീറ്റിൻ്റെ ഉള്ളിലോട്ട് ഷെയ്ഡിൽ നിൽക്കട്ടെ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ കേട്ടോ. അത് പിടിച്ച് വന്നിട്ടുണ്ട്, ഇനി ഷെയ്ഡിലായാലും പിടിച്ചോളൂ. ആ മറ്റേ ഇത് വെള്ളരിയാണ് ഇത്. പയറിനെയൊക്കെ അടിച്ചു കൊടുത്തേക്കാം, പയറിനെയൊക്കെ അടിച്ചു കൊടുത്തേക്കാം. റോസാപ്പൂ, വേപ്പൊക്കെ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ടല്ലോ. വേപ്പിനൊക്കെ ഇടയ്ക്ക് ഒരു പുഴു ആക്രമിക്കുമായിരുന്നു, ഇപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു മുളക് പഴുത്ത് നിൽക്കുകയാണ്. നമ്മുടെ ഇതല്ലേ പച്ചക്കാന്താരിയാണല്ലേ. പിന്നെ ബുഷ് മുളക് മുളച്ചിട്ടുണ്ട്, നന്നായിട്ട് ഇടണം, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. നീലമരി അന്നത്തെ അത് കുഴപ്പമില്ലല്ലോ, ഉഷാറാകാനുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിച്ചതാണ് നീലമരി. അതങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാണ്, കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് നട്ടാൽ തെറ്റുമണിയെ പിടിച്ചിട്ടുണ്ടല്ലോ. പുറത്ത് വെച്ചാണ് കൊങ്ങണി പൂമൈ മൾട്ടി കളറാണുള്ളത് അല്ലേ. അതവിടെ നിൽക്കണ തന്നെയാണ്, പക്ഷേ കണ്ട മണ്ണിൽ വെച്ചേക്കണ കാരണം കുറേ സ്ഥലത്ത് മുട്ടിട്ട് വന്നിട്ടുണ്ട്. എന്താ പിന്നെ ഈ ചെത്തിയും അതേ പൂവുണ്ടായിട്ട് തന്നെയുണ്ട്. വൈറ്റ് റോസ്. തക്കാളി കൂടുതൽ പിടിച്ചിട്ടുണ്ടല്ലോ. തക്കാളി എല്ലാ കൊമ്പും ചാണകം വെള്ളം ഒഴിച്ചിട്ടാണ് എല്ലാ കൊമ്പിലും ഉണ്ടല്ലോ. പിന്നെ അത് വഴുതനങ്ങയ്ക്കും അതെ വഴുതനങ്ങയും പൂവിട്ട് വന്നിട്ടുണ്ട്. വഴുതനങ്ങ ചെറിയ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാ ഉണ്ടായത് ഈ തക്കാളി നിറച്ചുണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ നിറയെ തക്കാളി ഉണ്ട്. രണ്ടാമതുണ്ടാക്കണ കുഴപ്പമില്ല, പിടിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ വഴുതനങ്ങ കൊല പോലെ തക്കാളി ഉണ്ടാവണ പോലെ പിടിച്ച് കിട്ടിയാൽ നല്ലതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പച്ച ചാണകത്തിൽ നേർപ്പിച്ച് ഒഴിക്കണം നല്ലതാണ് കേട്ടോ ചെടികൾക്ക്. കായ് പിടിക്കണം. അതിൻ്റെ ഒരു ഇതാംശാറൊക്കെ ഉണ്ടാക്കണം പച്ച ചാണകത്തിൻ്റെ. അത് ഇവിടെയും രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. സാധാരണ ഒരു ഉണ്ടാവല് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പോക്കാണ് പതിവ്. പച്ച ചാണകം എടുത്തുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതെന്താ അതേ ഇപ്പം എന്താണ് കഞ്ഞോളം നേർപ്പിച്ചാണ്. ഈ അടിയിൽ നിന്നാണ് വേണ്ടത്. പുഴയെന്ന് വെള്ളത്തിൻ്റെ കയറ്റം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓസ് വെച്ച് നനക്കട്ടാ, ഓസ് വെച്ച് നനച്ചാൽ മതി. അല്ല അടിയിൽ നിന്നുള്ളത് അടിയിൽ കനത്തിൽ വരും ചിലപ്പോൾ. ഇവിടെ വഴുതനങ്ങ ഒരെണ്ണം വലുതായിട്ടുണ്ടല്ലോ. പറയാം അപ്പുറത്താ ഇതല്ല അപ്പുറത്തപ്പുറത്ത് ഇല്ലായിട്ടില്ല. പൂവുണ്ട് ഒരു വയലറ്റ് വഴുതന മുളകൊക്കെ നമ്മൾ പറിച്ചെടുത്ത് വെള്ളക്കാന്താരി പറിക്കായിരുന്നത്. അത് ഓസ് വെച്ച് നനക്കായിരുന്നു കേട്ടോ വെള്ളം. ഇവിടെ ഈ വെള്ളം വൃശ്ചിക മാസത്തിൽ ഇങ്ങനെ വേലിയേറ്റം ശക്തിയായിട്ട് പുഴയിൽ നിന്ന് വെള്ളം കയറുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മണ്ണിൽ വെച്ചതിനൊക്കെ ദോഷം ചെയ്യും. അപ്പോൾ നമ്മൾ നിരന്തരം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ് നീങ്ങി പൊക്കോളും. അത് റോഡിൻ്റെ കുറച്ച്
കുറച്ച് നനവ് വ്യത്യാസം കണ്ട അത് പുറമ്പരം കയറിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഉയരത്തിൽ വരുന്ന ഒരു പ്രശ്നമുണ്ട്, പ്രതിഭാസമാണ്, കയ്യിലേറ്റം ശക്തിയാവും വെളുപ്പിനൊക്കെ. അപ്പോൾ അന്നേരത്ത് നമ്മൾ കൂടുതലിങ്ങനെ നനച്ചു കൊടുത്താൽ മതി. നനച്ചു കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഉപ്പൊക്കെ പോലെ പൊക്കോളും. അപ്പോൾ ഈ പാത്രത്തിലോ ചട്ടിയിലോ ഒക്കെ ചെയ്യുന്ന അത്രയും കുഴപ്പമുണ്ടാവില്ല, മേലത്ത് വെച്ച് തന്നെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ താഴത്തുനിന്ന് കനിച്ച് കയറിയാലോ എന്നൊക്കെയാണ്. ഇവിടെയൊക്കെ നനവുണ്ട്, ഉപ്പുവെള്ളം കയറിയിട്ടാണ്. ഇവിടെ കുറവാണ്, ചില സ്ഥലങ്ങളിൽ താഴെ കുറച്ചും കൂടി താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ വെള്ളം കയറും. ഇവിടെ നമ്മൾ പുറത്ത് മുമ്പ് അങ്ങനെ വെച്ചിരുന്നില്ല ചെടികൾ, ഇപ്പോൾ ചെടികൾ വെച്ചിട്ടുണ്ട്. നനക്കറുകൾ കാരണം അത് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഉപ്പുവെള്ളം വന്നു കഴിഞ്ഞാൽ എല്ലാം പോകും. നനച്ചു കൊടുത്താൽ മതി, 2 നേരം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഉപ്പിൻ്റെ ഒരു കാഠിന്യം കുറഞ്ഞാൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. മുളകെടുക്കണം, മുളക് ഒരുവിധം മൂത്താക്കി എടുത്തോ. ഇത് പിന്നെ മൂത്തിട്ട് നമുക്ക് പഴുത്തത് നമുക്ക് ഉണക്കി കഴിഞ്ഞാലേ അത് പൊടിച്ചെടുക്കാം. ചതമുളക് ഉണക്കണം. ഇത് മൂത്ത് വേണ്ടത് എടുത്തോ. എവിടെ ഇതൊക്കെ പറിച്ചേ എടുത്തേ, ഇതിൽ നിന്ന് എടുത്തേ. നീ ഉണ്ടല്ലോ ഒരു മൂത്താക്കി എടുത്തോ. കുറവാണല്ലേ, അന്ന് എടുത്താറോ. ഇതൊക്കെ മൂത്താണ്. കാന്താരി എടുക്കണ്ട. പച്ചമുളക് ഇന്ന് കുറച്ച് ഉള്ളട്ടതാണ് ഞാൻ കാണിക്കാനില്ല, എന്ന് വെച്ചാൽ അടുത്ത ദിവസം അധികം കിട്ടിയതാണ്. പിന്നെ നമ്മുടെ നന്ദ്യാർ വട്ടത്തിന്മ ഒരു മുട്ട ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത് ചെറിയ പൂവുണ്ടാവണ നന്ദ്യാർ വട്ടമല്ല കേട്ടോ, നമ്മുടെ ചെറിയൊരു റോസാപ്പൂവിൻ്റെ അത്ര ഉണ്ടാവണ നന്ദ്യാർ വട്ടമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.